മുഗൾ രാജവംശം. അപ്പം മുഗൾ രാജവംശത്തെക്കുറിച്ച് പറയുമ്പോൾ മുഗൾ രാജവംശത്തിന് അടിത്തറയിട്ടതാരാണ് എന്നുള്ളതാണ്. അപ്പം അടിത്തറയിട്ട യുദ്ധം, ഒന്നാമത്തെ യുദ്ധം എന്ന് പറയുന്നത് ഒന്നാം പാനിപ്പത്ത് യുദ്ധമാണ് മുഗൾ രാജവംശത്തിൻ്റെ ഒരു സ്ഥാപനത്തിലേക്ക് വഴിവെച്ചത്. അപ്പോൾ ഈ യുദ്ധം നടന്ന വർഷം 1526 അപ്പോൾ ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ബാബർ പരാജയപ്പെടുത്തിയ ഒരു ലോധി രാജാവ് എന്ന് പറയുന്നത് എന്താണ്? ഇബ്രാഹിം ലോധിയാണ്. അപ്പോൾ മുഗൾ വംശ സ്ഥാപകൻ എന്നറിയപ്പെടുന്നതാണ് ബാബർ. ഇത് അടിത്തറ പാകിയ യുദ്ധം ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം 1526. അപ്പോൾ സാഹസികനായ മുഗൾ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ബാബറാണ്. പേർഷ്യൻ ഭാഷയിലെ കവിയായിരുന്ന മുഗൾ ചക്രവർത്തിയാണ് ബാബർ. ബാബർ എന്ന വാക്കിൻ്റെ അർത്ഥം സിംഹം എന്നാണ്. അപ്പോൾ ബാബറിൻ്റെ ആത്മകഥയാണ് തൊസുക്കി ബാബറിയാണ്. ആത്മകഥാകൃത്തുക്കളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ബാബറാണ്. തൊസുക്കി ബാബറി രചിക്കപ്പെട്ട ഭാഷയാണ് തുർക്കി ഭാഷയാണ്. തൊസുക്കി ബാബറി പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തതാണ് അബ്ദുർ റഹ്മാൻ ആണ്. ഇന്ത്യയും ഇന്ത്യക്കാരെയും ഇഷ്ടമില്ലാതിരുന്ന മുഗൾ ഭരണാധികാരി ബാബറാണ്. അപ്പോൾ ബാബർ കാബൂൾ പിടിച്ചടക്കിയ വർഷം 1504. പിന്നെ ബാബറിനെ ആദ്യം അടക്കം ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് ഔറംഗാബാദ്. ബാബറിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന ഇവിടെയാണ്, കാബൂളാണ്. ബാബറിനെ തുടർന്ന് അധികാരത്തിൽ വന്നൊരു മുഗൾ ഭരണാധികാരിയാണ് ഹുമയൂൺ. ഹുമയൂൺ എന്ന വാക്കിൻ്റെ അർത്ഥം ഭാഗ്യവാൻ എന്നാണ്. അപ്പം നിർഭാഗ്യവാനായ മുഗൾ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ഹുമയൂൺ ആണ്. ലഹരിക്കടിമയായ ചക്രവർത്തിയാണ് ഹുമയൂൺ. ചൗസ യുദ്ധം എന്ന് പറയുന്നത് എന്താണ്? അതായത് ഡൽഹിയിലെ കനൗജ് ചൗസ യുദ്ധങ്ങളിൽ ഹുമയൂണിന് പരാജയം സംഭവിച്ചു. അപ്പോൾ പരാജയപ്പെടുത്തിയ വ്യക്തിയാണ് ഒരു അഫ്ഗാൻ നേതാവായിട്ടുള്ള ഷേർഷയാണ്. അപ്പോൾ കനൗജ് യുദ്ധം നടന്ന വർഷം 1540. ഡൽഹിയിലെ ദിൻപന നഗരം സ്ഥാപിക്കുന്നത് ഹുമയൂണാണ്. നല്ല വിദ്യാഭ്യാസം നേടുകയും ഒട്ടനവധി ഭാഷകളിൽ സംസാരിക്കുകയും ചെയ്തിരുന്നൊരു മുഗൾ ഭരണാധികാരിയാണ് ഹുമയൂൺ. ഹുമയൂണിൻ്റെ ജീവചരിത്രം അറിയപ്പെടുന്ന ഹുമയൂൺ നാമ എന്നാണ്. ഹുമയൂണിൻ്റെ സ്മാരകം നിർമ്മിച്ചത് ഹമീദ ബാനു ബീഗം എന്ന ഹുമയൂണിൻ്റെ ഭാര്യയാണ്. അപ്പോൾ ഹുമയൂണിൻ്റെ ശവകുടീരം നിർമ്മിച്ച ഒരു ശില്പിയാണ് മിറാഖ് മിർസ ഗിയാസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം പുരാന കിലയുടെ പണി ആരംഭിച്ചത് ഹുമയൂണാണ്. പണി പൂർത്തിയാക്കിയത് ഷേർഷയുമാണ്. പുരാന കിലയുടെ പണി ആരംഭിച്ചത് ഹുമയൂണാണ്. പുരാന കിലയുടെ പണി ആരംഭിക്കുന്നത് ഹുമയൂണും പൂർത്തിയാക്കിയത് ഷേർഷാ സൂരിയുമാണ്. അടുത്തത് അക്ബർ. അക്ബറിൻ്റെ പിതാവ് ഹുമയൂൺ. ഹുമയൂണിൻ്റെ പുത്രനാണ് അക്ബർ. അക്ബറിൻ്റെ മാതാവ് ഹമീദ ബാനു ബീഗം. അക്ബറിൻ്റെ വളർത്തമ്മയാണ് മാഗം അനഘ. അക്ബർ ജനിച്ചത് അമർകോട്ടിലാണ്. അക്ബർ ഭരണത്തിൽ വന്നത് 13ാമത്തെ വയസ്സിലാണ്. അക്ബർ കിരീടധാരണം നടന്നത് കലനാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. ആദ്യത്തെ ഗുരുവാണ് മുനീം ഖാൻ. രണ്ടാം പാനിപ്പത്ത് യുദ്ധത്തിൽ അക്ബറിൻ്റെ സൈന്യാധിപൻ ബൈറാം ഖാൻ ആയിരുന്നു. രണ്ടാം പാനിപ്പത്ത് യുദ്ധത്തിൽ അക്ബർ പരാജയപ്പെടുത്തിയത് ഹെമുവിനെയാണ്. അപ്പോൾ ഈ രണ്ടാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം 1556. രണ്ടാം പാനിപ്പത്ത് യുദ്ധം എന്നുള്ളത് അക്ബറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. 1556 രണ്ടാം പാനിപ്പത്ത് യുദ്ധം. ഹാൽഡിഗഡ് യുദ്ധത്തിൽ അക്ബർ പരാജയപ്പെടുത്തിയൊരു മേവാറിലെ രജപുത്ര രാജാവാണ് മഹാറാണ പ്രതാപ്. ഹാൽഡിഗഡ് യുദ്ധം 1576. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ജസിയ നിരോധിച്ച മുഗൾ ഭരണാധികാരി അക്ബറാണ്. ജസിയ നിരോധിച്ചത് അക്ബറാണ്. അക്ബർ സ്ഥാപിച്ച മതമാണ് ദിൻ ഇലാഹി. പിന്നെ തൗഹീദ് ഇ ഇലാഹി എന്നറിയപ്പെടുന്നതും ദിൻ ഇലാഹിയാണ്. അക്ബറുടെ ഭൂനികുതി സമ്പ്രദായം സാപ്തി. അക്ബർ കൊണ്ടുവന്ന കലണ്ടറാണ് ഇലാഹി കലണ്ടർ. നിരക്ഷരനായ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് അക്ബറാണ്. അക്ബറുടെ പ്രശസ്തനായ റവന്യൂ മന്ത്രിയാണ് രാജാ തോഡർമാൾ. സാപ്തി സമ്പ്രദായത്തിന് രൂപം നൽകിയ അക്ബറുടെ മന്ത്രിയാണ് രാജാ തോഡർമാൾ. അക്ബറുടെ പ്രശസ്തനായ സൈനിക തലവനാണ് രാജാ മാൻസിംഗ് ആണ്. ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടം അറിയപ്പെടുന്നത് ബുലന്ദ് ദർവാസ എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവേശന കവാടമാണ് ബുലന്ദ് ദർവാസ എന്നുള്ളത്. അക്ബറുടെ സദസ്സിലെ വിദൂഷകനായിരുന്നു ബീർബൽ. ബീർബലിൻ്റെ ശരിയായ പേര് മഹേഷ് ദാസ് എന്നാണ്.
അക്ബറുടെ സദസ്സിലെ പ്രമുഖരിലെ കവിപ്രിയ എന്നറിയപ്പെടുന്നത് ബീർബലാണ്. അക്ബർ പണിയെഴുപ്പിച്ച തലസ്ഥാനമാണ് ഫത്തേപൂർ സിക്രി. അക്ബറുടെ സൈനിക വിഭാഗത്തലവനാണ് മീർബക്ഷി എന്നറിയപ്പെടുന്നത്. അക്ബറിൻ്റെ സദസ്സിലെ സംഗീതജ്ഞനാണ് താൻസൻ. താൻസൻ്റെ ശരിയായ പേര് രാമതാണു പാണ്ഡെ എന്നാണ്. ഇന്ത്യയിലേക്ക് റോസാച്ചെടി കൊണ്ടുവന്നത് ബാബറും. ബാബർ മഹാറാണ സംഗ്രാമ സിംഗിനെ പരാജയപ്പെടുത്തിയ യുദ്ധം ഖൻവാ യുദ്ധം. ഷേർമണ്ഡൽ എന്ന ലൈബ്രറി സ്ഥാപിച്ചത് ഹുമയൂണാണ്. ഹുമയൂൺ നാമയുടെ കർത്താവാണ് ഗുൽബദാൻ ബീഗം. അക്ബറുടെ വഴികാട്ടിയും രക്ഷാകർത്താവുമാണ് ബൈറാം ഖാൻ. ശൈശവവിവാഹം നിരോധിച്ചത് അക്ബറാണ്. അക്ബറുടെ കൊട്ടാരം സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫ് ഫിച്ച്. അക്ബർ പണിയെഴുപ്പിച്ച പ്രാർത്ഥനാലയമാണ് ഇബദത് ഖാന എന്നറിയപ്പെടുന്നത്. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നതും മാസ്റ്റർ റാൽഫ് ഫിച്ച്. അക്ബറിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ആഗ്രയ്ക്കടുത്തുള്ള സിക്കന്ദ്ര എന്ന് പറയുന്ന സ്ഥലത്താണ്. അക്ബറിനെ തുടർന്ന് അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരി ജഹാംഗീറാണ്. കാശ്മീരിൻ്റെ അക്ബർ എന്നറിയപ്പെടുന്നതാണ് സൈനുൽ ആബുദ്ദീൻ. കാശ്മീരിൻ്റെ അക്ബർ എന്നറിയപ്പെടുന്നതാണ് സൈനുൽ ആബുദ്ദീനാണ്. അടുത്തത് ജഹാംഗീറാണ്. അപ്പോൾ ജഹാംഗീറിൻ്റെ ആദ്യകാലത്തെ പേരാണ് സലീം എന്നാണ്. അക്ബർ ഷെയ്ഖ് ബാബ എന്ന് വിളിച്ചിരുന്നൊരു മുഗൾ ഭരണാധികാരി ജഹാംഗീറാണ്. അക്ബർ ഷെയ്ഖ് ബാബ എന്ന് വിളിച്ചത് ജഹാംഗീറിനെയാണ്. അപ്പം ജഹാംഗീർ എന്ന വാക്കിൻ്റെ അർത്ഥം വിശ്വവിജയി എന്നാണ്. സാധാരണ ജനങ്ങൾക്ക് ചക്രവർത്തിയെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ജഹാംഗീർ നടപ്പാക്കിയ ഒരു സംവിധാനമാണ് നീതിച്ചങ്ങല എന്നറിയപ്പെടുന്നത്. ചിത്രകാരനായ മുഗൾ ഭരണാധികാരി ജഹാംഗീറാണ്. പിന്നെ ജഹാംഗീറിൻ്റെ സദസ്സിലെ ചിത്രകാരന്മാരാണ് ഉസ്താദ് മൻസൂർ അബ്ദുൽ ഹസൻ. ഇതെല്ലാമാണ് ഉസ്താദ് മൻസൂർ അബുൽ ഹസൻ. ജഹാംഗീറിൻ്റെ ആത്മകഥയാണ് തുസുക്കി ജഹാംഗീരിയാണ്. ജഹാംഗീറിൻ്റെ ആത്മകഥയാണ് തുസുക്കി ജഹാംഗീറി. അപ്പോൾ തുസുക്കി ജഹാംഗീറി എഴുതിയ ഭാഷയാണ് പേർഷ്യൻ എന്നുള്ളതാണ്. കച്ചവട ആവശ്യങ്ങൾക്ക് ജഹാംഗീറിനെ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷുകാരനാണ് വില്യം ഹോക്കിൻസ്. ഇന്ത്യയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് ഫാക്ടറി സ്ഥാപിക്കുന്നതിന് അനുമതി കൊടുത്ത ഭരണാധികാരിയാണ് ജഹാംഗീറാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് ഫാക്ടറി സ്ഥാപിക്കാൻ അനുമതി കൊടുത്തത് ജഹാംഗീറാണ്. അനാർക്കലിയുടെ സ്മരണക്കായി ജഹാംഗീർ സ്മാരകം നിർമ്മിച്ചത് ലാഹോറിലാണ്. ഇന്ത്യയിലെ പുകയില കൃഷി ആരംഭിക്കുമ്പോൾ മുഗൾ ചക്രവർത്തി ജഹാംഗീറാണ്. ജഹാംഗീറിനെ ഭരണത്തിൽ സഹായിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു പേര് നൂർജഹാൻ. നൂർജഹാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ലോകത്തിൻ്റെ വെളിച്ചം എന്നാണ്. നൂർജഹാൻ്റെ ആദ്യത്തെ പേരാണ് മെഹ്റോനീസ. അപ്പോൾ ജഹാംഗീർ വധിച്ചൊരു സിഖ് ഗുരുവാണ് അർജുൻ ദേവ്. ജഹാംഗീറിനെ തുടർന്ന് അധികാരത്തിൽ വന്നതാണ് ഷാജഹാനാണ്. ജഹാംഗീറിൻ്റെ ചൗകുടീരം ലാഹോർ. അടുത്തത് ഷാജഹാനാണ്. മുഗൾ സാമ്രാജ്യത്തിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഷാജഹാൻ്റെ കാലഘട്ടമാണ്. ഷാജഹാൻ്റെ ആദ്യകാലത്തെ പേര് ഖുറം എന്നാണ്. നിർമ്മിതികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നു. ശില്പികളുടെ രാജാവ് എന്നറിയപ്പെടുന്നു. ഇതെല്ലാം ഷാജഹാനാണ്. ഷാജഹാൻ നിർമ്മിച്ച പുതിയ തലസ്ഥാനമാണ് ഷാജഹാനാബാദ്. ലാൽ ഖില എന്നറിയപ്പെടുന്നത് എന്താണ്? ചെങ്കോട്ടയാണ്. ചെങ്കോട്ടയുടെ കവാടം ലാഹോർ ഗേറ്റ്. മയൂരസിംഹാസനം നിർമ്മിച്ചത് ഷാജഹാനാണ്. മയൂരസിംഹാസനത്തിലെ മൈലുകൾ 24 എണ്ണമാണ്. മയൂരസിംഹാസനം ഇപ്പോൾ സൂക്ഷിക്കുന്നത് ലണ്ടൻ ടവർ മ്യൂസിയം. ഷാജഹാനെ തടവിലാക്കിയ അദ്ദേഹത്തിൻ്റെ മകൻ ഔറംഗസേബ്. ആരുടെ സ്മരണാർത്ഥമാണ് ഷാജഹാൻ താജ്മഹൽ നിർമ്മിച്ചത്? മുംതാസ് മഹലിൻ്റെ സ്മരണാർത്ഥം. മുംതാസ് മഹലിൻ്റെ യഥാർത്ഥ പേരാണ് അജ്മന്ത് ബാനു ബീഗം. താജ്മഹലിൻ്റെ ആദ്യത്തെ പേര് മുംതാസ് മഹൽ. താജ്മഹലിൻ്റെ ശില്പി ഉസ്താദീസ. താജ്മഹലിൻ്റെ ഡിസൈനറാണ് ജെറോനിമോ വെറെങ്കോ. താജ്മഹൽ പണിയെഴുപ്പിച്ച നൂറ്റാണ്ട് 17. താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന നദീതീരം യമുന. വെണ്ണക്കല്ലിലെ പ്രണയകാവ്യം എന്ന വിശേഷണമുള്ള മധ്യകാല ഇന്ത്യയിലെ നിർമ്മിതിയാണ് താജ്മഹൽ. കാലത്തിൻ്റെ കവിളത്തടത്തിലെ കണ്ണുനീർത്തുള്ളി എന്ന് താജ്മഹലിനെ വിശേഷിപ്പിച്ചത് ടാഗോറാണ്. ഷാജഹാൻ തുറങ്കിലടക്കപ്പെട്ടത് ആഗ്ര കോട്ടയിലെ മുസമ്മാൻ ബുർജ് ഗോപുരത്തിലാണ്. ഷാജഹാൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് താജ്മഹൽ ആഗ്ര.
അടുത്തത് ഔറംഗസേബാണ്. മുഗൾ വംശത്തിലെ അവസാനത്തെ ചക്രവർത്തിയാണ് ഔറംഗസേബ്. മുഗൾ വംശത്തിലെ അവസാനത്തെ ചക്രവർത്തിയാണ് ഔറംഗസേബ്. കൊട്ടാരത്തിൽ പാട്ടും നൃത്തവും നിരോധിച്ചത് ഔറംഗസേബാണ്. ഡെക്കാൻ നയം നടപ്പാക്കിയത് ഔറംഗസേബ്. ജസിയ പുനരാരംഭിച്ചതും ഔറംഗസേബ്. ഔറംഗസേബിൻ്റെ അധികാരം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധമാണ് സമൂഗർ യുദ്ധം. കടൽ കൊള്ളക്കാരിൽ നിന്ന് ഔറംഗസേബ് പിടിച്ചെടുത്ത ദ്വീപാണ് സന്ദീപ് ദ്വീപ്. മുസ്ലിം മതം സ്വീകരിക്കാൻ വിസമ്മതിച്ചതിൻ്റെ പേരിൽ ഔറംഗസേബ് വധിച്ചത് സിഖ് ഗുരുവാണ്, ഗുരു തേജ് ബഹദൂർ. ശിവജിയുടെ നിരന്തരം യുദ്ധത്തിലേർപ്പെട്ട ഭരണാധികാരിയാണ് ഔറംഗസേബ്. അലംഗീർ അല്ലെങ്കിൽ ലോകം കീഴടക്കിയവൻ എന്ന പേര് സ്വീകരിച്ചതാണ് ഔറംഗസേബാണ്. ജീവിക്കുന്ന സന്യാസി എന്നറിയപ്പെടുന്നതും ഔറംഗസേബാണ്. ഔറംഗസേബിൻ്റെ ഭാര്യയായ റബിയ ദുരാനിക്ക് വേണ്ടി നിർമ്മിച്ച ശവകുടീരമാണ് ബീബി കാ മക്ബറ. ബീബി കാ മക്ബറ നിർമ്മിച്ചത് അസം ഷാ. ഔറംഗസേബിൻ്റെ പുത്രനായ അസം ഷാ നിർമ്മിച്ചതാണ് ബീബി കാ മക്ബറ. ബീബി കാ മക്ബറ സ്ഥിതി ചെയ്യുന്നത് ഔറംഗാബാദിലാണ്. പാവങ്ങളുടെ താജ്മഹൽ എന്നറിയപ്പെടുന്നതും ബീബി കാ മക്ബറയാണ്. ഔറംഗസേബിനെ തുടർന്ന് അധികാരത്തിൽ വന്ന മുഗൾ രാജാവാണ് ബഹദൂർ ഷാ I. പി റാംമോഹൻ റോയ്ക്ക് രാജ എന്ന പേര് കൊടുത്തത് അക്ബർ ഷാ II. 1787 പ്ലാസി യുദ്ധ സമയത്ത് മുഗൾ രാജാവാണ് അലംഗീർ II. ബക്സാർ യുദ്ധത്തെ സമയത്ത് വന്നതാണ് ഷാ ആലം II. അവസാനത്തെ മുഗൾ ഭരണാധികാരി എന്ന് പറയുന്നത് ബഹദൂർ ഷാ സഫർ ആണ്. ജഹാംഗീറിൽ നിന്നും വ്യാപാരാനുമതി നേടിയ ബ്രിട്ടീഷുകാരനാണ് തോമസ് റേ. അഭയം നൽകിയതിൻ്റെ പേരിലാണ് ജഹാംഗീർ അർജുൻ ദേവിനെ വധിച്ചത്. ഖുസ്രു രാജകുമാരൻ, അതായത് ജഹാംഗീറിൻ്റെ മകനാണ് ഖുസ്രു രാജകുമാരൻ. ഷാജഹാൻ്റെ കാലത്ത് ഇന്ത്യയിലെ ഇറ്റാലിയൻ സഞ്ചാരിയാണ് മസൂക്കി. ഷാജഹാനെ തടവറയിൽ പരിചരിച്ച മകളുടെ പേരാണ് ജഹനാര. ഔറംഗസേബിൻ്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച വിദേശി നിക്കോളോ മനുച്ചി. ഖുനി ദർവാസ പണികഴിപ്പിച്ചതാണ് ഷേർഷാ. മൂന്നാം പാനിപ്പത്ത് യുദ്ധത്തിലെ മറാത്ത സൈന്യത്തിന് നേതൃത്വം നൽകിയതാണ് സദാശിവറാവു. സിഖുകാരുടെ പേരിനൊപ്പം സിംഗ് എന്ന പേര് ചേർക്കുന്നത് ഗുരു ഗോവിന്ദ സിംഗ് ആണ്. ഇനി ഓരോ വ്യക്തികളും അന്ത്യവിശ്രമം കൊള്ളുന്നത് ബാബർ കാബൂളിലാണ്, ഹുമയൂൺ ഡൽഹിയിലാണ്, അക്ബർ സിക്കന്ദ്രയിലാണ്, ജഹാംഗീർ ലാഹോറിലാണ്, ഷാജഹാൻ ആഗ്രയിലാണ്, ഔറംഗസേബ് ദൗലത്താബാദിലാണ്, ബഹദൂർ ഷാ II റങ്കൂണിലുമാണ്. ഇനി അടുത്ത ചോദ്യം. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ രാജാവായിട്ട് വിപ്ലവകാരികൾ അവരോധിച്ച മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ II. ബർമയിലെ റങ്കൂണിലേക്ക് നാടുകടത്തിയതാരെയാണ്? രണ്ടാമൻ ബഹദൂർ ഷാ II. മുഗൾ ഭരണാധികാരികൾ പൊതുജനങ്ങൾക്ക് ദർശനം നൽകിയത് ദിവാനി ആമിൽ വച്ചിട്ടാണ്. പിന്നെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ സംഗീത സദസ്സുകൾ നടത്തിയിരുന്ന മണ്ഡപമാണ് നാക്കൻ ഖാന. മുഗൾ ഭരണകാലത്ത് 64 കാലുകളോട് കൂടിയ ഒരു മാർബിൾ മണ്ഡപം അറിയപ്പെട്ടിരുന്നത് ചൗൻസത്ത് ബംബ എന്നാണ്.